3 മാസം ഗർഭിണിയാണ്, പക്ഷെ കുഞ്ഞ് വളരുന്നത് ഗർഭപാത്രത്തിലല്ല, കരളിലാണ്. ഉത്തർപ്രദേശിലുള്ളൊരു യുവതിയെക്കുറിച്ചുള്ള വാർത്ത എല്ലാവരും കേട്ട് കാണും. അതീവ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണിത്. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഗർഭപാത്രത്തിനകത്ത് വളരുന്ന ഒരു ആരോഗ്യമുള്ള പ്രഗ്നൻസി ആയിരിക്കും അതെന്നാണ്. പക്ഷേ എല്ലാം അങ്ങനെയല്ല. ഗർഭപാത്രത്തിന് പുറത്തും പ്രഗ്നൻസീസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതലായിട്ട് യൂട്രസിന് 2 വശങ്ങളിലായിട്ട് കാണുന്ന ഫലോപ്പിയൻ ട്യൂബിലാണ് നമ്മൾ ഇത്തരം പ്രഗ്നൻസീസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കേട്ട വാർത്ത അത്തരത്തിലൊന്നാണ്, ഇൻട്രാ ഹെപ്പാറ്റിക് പ്രഗ്നൻസി അല്ലെങ്കിൽ കരളിൽ വരുന്ന പ്രഗ്നൻസി. ഫലോപ്പിയൻ ട്യൂബ് കൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ പ്രഗ്നൻസീസ് ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. അണ്ഡാശയത്തിൽ വരാം, ഗർഭാശയ മുഖത്ത് വരാം. ഇനി നേരത്തെ സിസേറിയൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്കാറിൻ്റെ പുറത്ത് വരാം. അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് എവിടെ വേണമെങ്കിലും ഈ പ്രഗ്നൻസീസ് ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണിത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അണ്ഡവും ബീജവും തമ്മിൽ ഫ്യൂസ് ആയതിനു ശേഷം ഫലോപ്പിയൻ ട്യൂബ് വഴിയാണിത് യൂട്രസിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ട്യൂബിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്യൂബിനകത്തോ അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളിലോ പ്രഗ്നൻസീസ് ഇംപ്ലാന്റേഷൻ നടക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏർലി സ്റ്റേജിൽ നമ്മളിത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കൊടുത്ത് നമുക്കിതിനെ അലിയിച്ച് കളയാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു സ്റ്റേജ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സർജറി മാത്രമേ ഉള്ളൂ ഇതിന് ഒരു പരിഹാരമായിട്ടുള്ളത്.